നമസ്കാരം. ഇലക്ട്രിക്കൽ പാനലും മെയിൻ്റനൻസും എന്ന ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം. ഇലക്ട്രിക്കൽ പാനൽ പാർട്ട് 8 മോൾഡഡ് കേസ് സർക്യൂട്ട് ബ്രേക്കർ തുടരുന്നു. ഈ ഭാഗത്ത് MCCBയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന പ്രൊട്ടക്ഷൻ വിവരങ്ങൾ MCCBയിൽ ഉപയോഗിക്കുന്ന പൊതുവായ സംരക്ഷണ ഉപകരണങ്ങളുടെ സെറ്റിംഗ്സ് ആണ് ഇനി വിശദീകരിക്കുന്നത്. ഇലക്ട്രിക്കൽ പാനലിൽ ബ്രാഞ്ച് സർക്യൂട്ടുകളിൽ MCCB ഉപയോഗിക്കുന്നു. SMBയിൽ ഇൻകമിംഗ് ആയും ഔട്ട് ഗോയിങ് ആയും MCCB ഉപയോഗിക്കുന്നു. ബ്രേക്കറിൽ നൽകിയിരിക്കുന്ന പൊതു സെറ്റിങ്ങുകളായ തെർമൽ മാഗ്നറ്റിക് ട്രിപ്പ് യൂണിറ്റും ഇലക്ട്രോണിക് ട്രിപ്പ് യൂണിറ്റും ഇവിടെ വിശദീകരിക്കുന്നു. ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നതാണ് തെർമൽ മാഗ്നറ്റിക് ട്രിപ്പ് യൂണിറ്റിന്റെ സെറ്റിംഗ്സിന്റെ വിവരങ്ങളും ഇലക്ട്രോണിക് ട്രിപ്പ് സെറ്റിംഗ്സിന്റെ വിവരണങ്ങളും. ആദ്യമായി തെർമൽ മാഗ്നറ്റിക് ട്രിപ്പ് യൂണിറ്റ്. മുൻകൂട്ടി സെറ്റ് ചെയ്ത കറണ്ട് നിശ്ചയിച്ച സമയപരിധിയിൽ കവിയുകയാണെങ്കിൽ ആ വൈദ്യുത പ്രവാഹത്തെ ഓവർലോഡ് എന്ന് വിളിക്കുന്നു. ബ്രേക്കറിൻ്റെ ഓവർലോഡ് ട്രിപ്പിനായി ബൈമെറ്റാലിക് കോണ്ടാക്റ്റ് ഉപയോഗിക്കുന്നു. സാധാരണ നിലയിൽ നിലവിലെ കറണ്ടിൻ്റെ ഒഴുക്കിന് ഇത് തടസ്സമാവുകയില്ല. കറണ്ടിൻ്റെ പ്രവാഹം മുൻനിശ്ചയിച്ച അളവിൽ കവിയുന്നുവെങ്കിൽ ചൂട് മൂലം ബൈമെറ്റാലിക് കോണ്ടാക്റ്റ് വളയുകയും അത് ട്രിപ്പിംഗ് സംവിധാനത്തെ പ്രവർത്തിപ്പിക്കുകയും ചെയ്യും. തെർമൽ മാഗ്നറ്റിക് ട്രിപ്പ് യൂണിറ്റിലെ സെറ്റിംഗ്സ് നോക്കാം. IR ലോങ് ടൈം കറണ്ട് സെറ്റിംഗ് ആണ്. ഇത് സാധാരണ കറണ്ടിൻ്റെ ഗുണിതമായിരിക്കും. IN എന്നത് നോർമൽ കറണ്ടാണ്. ഒരു എക്സാമ്പിൾ പറയാം. IR സെറ്റിംഗ്സ് റേഞ്ച് 0.8 മുതൽ 1 വരെ ലഭ്യമാണ്. 250 ആംപിയർ MCCBയുടെ ലോങ് ടൈം കറണ്ട് 0.8 ആയി സെറ്റ് ചെയ്താൽ ലഭിക്കുന്ന കറണ്ട് 200 ആംപിയർ എന്നാണ്. അതായത് 250 × 0.8. IM ഷോർട്ട് സർക്യൂട്ടിനുള്ള മാഗ്നറ്റിക് പ്രൊട്ടക്ഷനാണ് IM. IR കറണ്ടിൻ്റെ 10 മടങ്ങ് വരെ ഇത് സെറ്റ് ചെയ്യാനാവും. IR നമ്മൾ നേരത്തെ സെറ്റ് ചെയ്തിട്ടുള്ള കറണ്ടിൻ്റെ 10 ഇരട്ടി വരെ ഇത് സെറ്റ് ചെയ്യാനാവും.
ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ സെറ്റിംഗ് റേഞ്ച് 5 മുതൽ 10 വരെ ലഭ്യമാണ്. 250 ആംപിയർ MCCBയുടെ മാഗ്നറ്റിക് പ്രൊട്ടക്ഷൻ 8 ആയി സെറ്റ് ചെയ്താൽ 2000 ആംപിയർ ആയിരിക്കും. അതായത് 250 × 8. ഇനി അടുത്തത് ഇലക്ട്രോണിക് ട്രിപ്പ് യൂണിറ്റ് ആണ്. ബ്രേക്കറിന്റെ ഷോർട്ട് സർക്യൂട്ടും ഇൻസ്റ്റന്റേനിയസ് പ്രൊട്ടക്ഷനും ഇലക്ട്രോ മാഗ്നറ്റിക് കോയിൽ ഉപയോഗിച്ച് നിർവഹിക്കുന്നു. സാധാരണ അവസ്ഥയിൽ ഇതിലെ CT അതായത് കറണ്ട് ട്രാൻസ്ഫോർമർ കോയിൽ കുറഞ്ഞ വൈദ്യുത മേഖലയാണ് സൃഷ്ടിക്കുന്നത്. അതിനാൽ ബ്രേക്കർ ട്രിപ്പ് ആവുന്നില്ല. ഷോർട്ട് സർക്യൂട്ട് അല്ലെങ്കിൽ പെട്ടെന്നുള്ള ഫോൾട്ട് ഉണ്ടാകുമ്പോൾ CTയിൽ ഉയർന്ന കറണ്ട് വരികയും കോയിലിൽ ശക്തമായ കാന്തിക മേഖല സൃഷ്ടിക്കുകയും ചെയ്യുന്നു. ഇത് കോയിലിലേക്കുള്ള പ്ലഞ്ചറിനെ ചലിപ്പിക്കുകയും തൽക്ഷണം സർക്യൂട്ട് ട്രിപ്പ് ആവുകയും ചെയ്യും. ഇവിടെയും IN ആൻഡ് IO രണ്ട് തരത്തിലുള്ള സെറ്റിംഗ് കാണിച്ചിട്ടുണ്ട്. IN എന്നത് നോർമൽ കറണ്ടാണ്, നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞതാണ്. IO ആണ് അഡീഷണൽ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ഓവർലോഡ് കറണ്ടിന്റെ ഒരു ബേസ് സെറ്റിംഗ് ആണ് IO. IR എന്നത് IOയുടെ ഫൈനൽ സെറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഫൈൻ സെറ്റിംഗ് ആണ്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ IO എന്നതിന് 0.5 മുതൽ 1 വരെയും IR എന്നതിന് 0.8 മുതൽ 1 വരെയും സെറ്റിംഗ് റേഞ്ച് ലഭ്യമാണ്. അതായത് 250 ആംപിയർ MCCBയിൽ IO സെറ്റിംഗ് 0.5ഉം IR സെറ്റിംഗ് 0.8ഉം ആയി സെറ്റ് ചെയ്താൽ ലഭിക്കുന്ന കറണ്ട് 100 ആംപിയർ ആയിരിക്കും. അതായത് 250 × 0.5 × 0.8 ഇങ്ങനെയാണ് ഈ സെറ്റിംഗിന്റെ കണക്ക്. ISD ഇൻസ്റ്റന്റേനിയസ് ട്രിപ്പ്, ഷോർട്ട് ടൈം ഇൻസ്റ്റന്റേനിയസ് പ്രൊട്ടക്ഷനാണ് ഇൻസ്റ്റന്റേനിയസ് ട്രിപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത്. ലോങ് ടൈം കറണ്ട് അതായത് IRന്റെ 2 മുതൽ 10 മടങ്ങ് വരെ സെറ്റിംഗ് റേഞ്ച് ലഭ്യമാണ്. ഒരു ഷോർട്ട് ടൈം പ്രൊട്ടക്ഷന്റെ സാധാരണ സെറ്റിംഗ് ഓവർലോഡ് സെറ്റിംഗ്സിന് 2 മടങ്ങും ട്രിപ്പ് സമയം 0.2 മുതൽ 0.5 വരെയും ആയിരിക്കും. ഇതൊരു സാധാരണ സെറ്റിംഗ് ആണ്. ആവശ്യങ്ങൾക്ക് അനുസരിച്ച് സെറ്റിങ്ങുകൾ വ്യത്യാസപ്പെടാം. അതിനാൽ ഈ റേഞ്ചിനകത്തായിരിക്കും ആ സെറ്റിംഗ്സ് ചെയ്യുന്നത്. ഓരോ എക്യുപ്മെന്റ്സിന്റെയും ആവശ്യാനുസരണമാണ് ഈ സെറ്റിംഗ് ചെയ്യുന്നത്. പാർട്ട് 8 ഇവിടെ അവസാനിക്കുകയാണ്. ഇനി MCCBയുടെ കൂടുതൽ വിശദാംശങ്ങളും ബ്രേക്കറുകളുടെ വിവരങ്ങളും പാർട്ട് 9 തുടരുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ് ദ ട്യൂട്ടോറിയൽ. എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.